ഉരുൾപൊട്ടലിന് ശേഷം ഈ പ്രദേശം ആകെ മാറിപ്പോയി. ഇതൊരു പുതിയ വഴിയാ. അപ്പോ നിന്റെ വീട്ടിലേക്ക് പോവാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇതുവഴി പോയാൽ 40 കിലോമീറ്റർ നമ്മൾ ചുറ്റി കറങ്ങേണ്ടി വരും. ദേ, ആ വളവ് കഴിഞ്ഞാ നമ്മുടെ വണ്ടി പോവില്ല. ഇത്രയും ദൂരം നടക്കുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ. അതിനെപ്പറ്റി ആലോചിക്കണ്ട. നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ തിരികെ എത്താനും കഴിയില്ല. ഇതിലേ പോയാലേ ഇവൻ താമസിച്ചിരുന്ന സ്ഥലത്തെത്താൻ എവിടെ നിന്നെങ്കിലും ഷോർട്ട് കട്ടുകൾ ഉണ്ടായിരിക്കും. ആ ഷോർട്ട് കട്ടുകൾ നിനക്കറിയോ? നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അവിടെ ഒരു വീടുണ്ട്. എന്നാ നമുക്ക് ഈ വഴി തന്നെ പോയാലോ? അന്ന് നമ്മള് രാത്രിയിലല്ലേ ഇതിലെ പോയത്. ഇവളും ആരവും കൂടി പോയ സ്ഥലങ്ങളൊന്നും കാണാനും പറ്റിയില്ല. അതെ, അവിടെ ഏത് വീടുണ്ടെന്ന് നീ പറഞ്ഞായിരുന്നില്ലേ? ഒരു ഊമയായ സ്ത്രീ താമസിക്കുന്ന വീട്. എന്നാ പിന്നെ നമുക്ക് ഇതുവഴി തന്നെ പോവാം. ആ വീടും കാണാലോ. ഊമയായ ആ സ്ത്രീയെ പരിചയപ്പെടുകയും ചെയ്യാം. വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് നടക്കാം. അതെ, ഈ വഴി കൂടെ നമ്മൾ പോണോ? മോഴക്കുന്നിലേക്ക് പോവാൻ വേറെ ഏതെങ്കിലും വഴി നോക്കാം. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് പേടിയുണ്ടോ? അന്നത്തെ അനുഭവങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ഇവന് പേടി. എനിക്കൊരു പേടിയില്ല. അന്ന് ഞാനും ഇവന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഇത്രയും പേരില്ലേ, പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? എനിക്ക് പേടിയൊന്നുമില്ല. ഈ വഴിയിൽ കാട്ടാന ശല്യം ഉണ്ടാവും. നമ്മളെ സമയം തന്നെ വെറുതെ പാഴാക്കുന്ന വേറൊരു വഴിയെ പോയാ പോരെ? എടാ, പട്ടാ പകൽ സമയത്ത് ആന ഇറങ്ങത്തൊന്നും ഇല്ല. ഇനി ആന ഇറങ്ങിയാലും ഞങ്ങൾ കൂടെ ഉള്ളപ്പോ നിന്നെ ആന ഒന്നും ചെയ്യില്ല. എന്നാലും നമുക്ക് മറ്റൊരു വഴി കൂടെ പോവാന്നേ, അതല്ലേ നല്ലത്. ആരവേ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അന്ന് നമ്മൾ പോയ സ്ഥലങ്ങൾ കാണാൻ ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മള് അന്ന് പോയ വീട്ടിൽ അന്വേഷിച്ചാ മോഴക്കുന്നിലേക്കുള്ള എളുപ്പ വഴി പറഞ്ഞു തരും. നമുക്ക് അവിടേക്ക് പോവാം.